പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് അതിജീവന ശക്തി വളരെ കൂടുതലാണ്. അവർ വലിയ കാര്യങ്ങളിലല്ലാതെ ചെറിയ കാര്യങ്ങളിലാണ് അവർ കൂടുതലും സന്തോഷം കണ്ടെത്തുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ ധാരാളം ഉപേക്ഷണങ്ങളാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് ശാന്തത എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി തുടക്കം കുറിക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മുടി, ചർമ്മം, പിത്തം ഈ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവിടെ കുറച്ച് കൂടുതൽ കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെലവ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുടുംബ ചെലവിലാണ് നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മുൻകാലത്ത് പല ആൾക്കാർ കാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അവരായിട്ട് കൂടുതൽ കൂട്ടുകൂടാൻ നിൽക്കുന്നത് നല്ലതായിരിക്കില്ല. തുറന്ന മനസ്സോടെ മാത്രം മുന്നോട്ട് പോവുക. പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവരോട് പറയാതെ പറയാം. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഞാൻ PGക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത്. ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കട്ടി